ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വലിയൊരു നെഗറ്റീവിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 585 പോയിന്റും S&P 78 പോയിന്റും നസ്ഡാക്ക് 370 പോയിന്റും നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 28 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യത. റെഡ് ക്യാൻഡിൽ ഞാൻ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മാർക്കറ്റ് ഏകദേശം ചെറിയൊരു റിക്കവറി താഴോട്ട് വന്നിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിക്ക് വന്നിരിക്കുന്നത്. ഇന്നും പ്രതീക്ഷിക്കുന്നത് ഒരു നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ്. ഒന്ന്, വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ട്രെൻഡാണ്. അതോടൊപ്പം തന്നെ ചാർട്ട് അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടും എൻ്റെ ഒരു വ്യൂ വന്നിട്ട് ഇന്നും ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. ഈ ഒരു ലെവലിലോട്ട് എന്തായാലും മാർക്കറ്റ് എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൽ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 2 ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം തന്നെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 80 പോയിന്റ് അടുപ്പിച്ച് ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നേയുള്ള 2 ദിവസവും വലിയ റേഞ്ചിലൊരു സൈഡ് വൈസ് ആയിരുന്നുവെങ്കിൽ ഇന്നലെ വളരെ ചെറിയ രീതിയിലാണ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നാരോ CPR കൂടെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത. 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ ആയിരുന്നു. നമ്മുടെ ഇൻട്രാഡേ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ലെവൽസ് ഇന്നലെ റെസ്പെക്റ്റ് ചെയ്തില്ല. ആ ഒരു ലെവലിൽ തന്നെയാണ് അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് CPR വരുന്നത് നാരോ CPR ആണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മുകളിലോട്ട് പോയാലും ഇന്നലത്തെ ഈ ഒരു സ്വിങ് ഹൈ 25,703 ആ ഒരു ലെവല് മുകളിലോട്ട് 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് നോക്കാം. 25,703 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലോട്ട് നോക്കുക. പക്ഷേ 703 മുകളിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് മിക്കവാറും താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നലത്തെ ഹൈ ഞാൻ ഈ ഒരു ലെവല് താഴോട്ട് വയ്ക്കുന്നു. 25,581. അതിന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ടാർഗറ്റ് ഇന്ന് എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. 27,414. എൻ്റെ അനലൈസ് പ്രകാരം ഈ ഒരു ലെവലിലെങ്കിലും മാർക്കറ്റ് എത്താൻ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഒരു പാറ്റേൺ ഇപ്പോൾ വരുന്നതെന്ന് പറയുന്നത് ഐലൻഡ് റിവേഴ്സ് പാറ്റേൺ മിക്കവാറും ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ ഈ ഐലൻഡ് പാറ്റേൺ വരുന്നതെന്ന് പറയുന്നത് മാർക്കറ്റിലൊരു ട്രെൻഡ് റിവേഴ്സിൽ വരുന്ന സമയത്താണ് ഈ ഐലൻഡ് പാറ്റേൺ വരുന്നത്. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഓൾറെഡി ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അടുത്ത് മാർക്കറ്റ് ഈ ഒരു ലോയ്ക്ക് താഴെ 25,581 താഴെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ കിട്ടുന്നതെങ്കിൽ ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ടാവും. ഇതൊരു ഐലൻഡ് പോലെ ഉണ്ടാവും. അതിനാണ് ഐലൻഡ് റിവേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ്. പക്ഷെ അതൊരു ട്രെൻഡിൻ്റെ അവസാനം വരുന്നതാണ്. പക്ഷെ നമുക്ക് ഇത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ട്രെൻഡിൻ്റെ അവസാനമല്ല. ഇതൊരു ഡൗൺ ട്രെൻഡ് വന്നിട്ട് ചെറിയൊരു ഐലൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഇവിടെ ഈ 2 ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഐലൻഡ് റിവേഴ്സിലായിട്ട് കൂട്ടാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട് തന്നെ, അതായത് ഈ ഒരു ഗ്യാപ്പിന് താഴെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒരു ഗ്യാപ്പ് ഡൗൺ വരുന്നതെങ്കിൽ 25,581 താഴെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട് തന്നെ മാർക്കറ്റ് നേരെ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് മോഡിലോട്ട് പോകും. ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് 24,716 വരെയൊക്കെ വരും ദിവസങ്ങളിൽ. അത് ലോങ് എൻട്രി ആണ്. ലോങ് എൻട്രിക്കാണ് ഈ ഐലൻഡ് റിവേഴ്സ് പാറ്റേൺ വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട് മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്.
കാരണം ഈ ഒരു ഐലൻഡ് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് അവിടെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഒരിടത്തും പോകുന്നില്ല, മുകളിലോട്ടും പോകുന്നില്ല, താഴോട്ടും പോകുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ വേൾഡ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് മിക്കവാറും ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഐലൻഡ് റിവേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25,412 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് 25,412 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് 25,127 നമ്മുടെ US-ഉമായിട്ടുള്ള ട്രേഡ് ഡീലിന് അന്ന് വന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ട് വരിക. അപ്പം ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ CPR സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് കിട്ടിയില്ല, പക്ഷേ ഒരു ഫേക്ക് ബ്രേക്കൗട്ടൊക്കെ തന്നിട്ട് അവിടെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. മുകളിലോട്ടുള്ളത് CPR കൃത്യമായിട്ട് 20,690, 20,711 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് മിക്കവാറും, കാരണം ഒരു 3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ്. മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് എന്തോ ഒരു ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ന്യൂസ് വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ മിക്കവാറും ഒരു ബ്രേക്കൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ബ്രേക്കൗട്ട് എങ്ങോട്ടായിരുന്നാലും കുറഞ്ഞത് ഒരു 500-600 പോയിന്റിൻ്റെ മൂവ്മെൻ്റ് എങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് വലിയ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല, താഴോട്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ വ്യൂ നെഗറ്റീവ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ. CPR വരുന്നത് നേരോ CPR ആണ്. 25,650 തൊട്ട് 25,669 വരയ്ക്കാണ് CPR വരുന്നത്. 19 പോയിന്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് മിക്കവാറും ട്രെൻഡിങ് ആവും. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യതയില്ല മുകളിലോട്ട്. മിക്കവാറും CPRൽ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ CPRന് മുകളിൽ SL ഇട്ടിട്ട് താഴോട്ട് റിസ്ക് എടുത്ത് എൻട്രി നോക്കാം. മിക്കവാറും താഴോട്ട് തന്നെയായിരിക്കും വരിക. മുകളിലോട്ട് CPR ബ്രേക്കൗട്ട് കിട്ടിയ ഒരു 5 മിനിറ്റൊക്കെ ക്ലോസിങ് വരികയാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 25,545, 25,563. രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് 25,467, 25,486. സപ്പോസ് CPR മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,732, 25,752 വരയ്ക്കും കയറി പോവാൻ സാധ്യതയുണ്ട്. എന്നാലും ഇവിടേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ ഈ ഏരിയയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.